ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നിലനിൽക്കുകയാണ്. ഇന്ത്യക്കും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യക്കാരൻ തന്നെ കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതിൽ കടുത്ത അതൃപ്തി ഇറാനെ ഇന്ത്യ നേരിട്ടറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അതേസമയം ഈ ഹോർമൂസിലെ അവകാശവാദം തുടരുന്നതിൽ നിന്ന് അമേരിക്ക പിന്നോട്ടില്ല. അമേരിക്ക അവിടെ ചുങ്കം ചുമത്തുമെന്നും തങ്ങളായിരിക്കും ഇനി നിയന്ത്രണം നടത്തുക എന്നുമൊക്കെയുള്ള അവകാശവാദം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെന്റുകൾ എന്താണ്? അഭിലാഷ്, ഇപ്പോൾ ഹോർമൂസിൽ വീണ്ടും സ്ഥിതിഗതികൾ സങ്കീർണമാവുകയാണ്. ഹോർമൂസിന്റെ അധികാരം തങ്ങൾക്കാണ് എന്ന് അമേരിക്ക ഉറപ്പിച്ചു പറഞ്ഞുള്ള ഒരു പ്രഖ്യാപനം ഗാർഡിയൻ എന്ന ഒരു പ്രയോഗമാണ് ട്രംപ് നടത്തിയത്. മാത്രമല്ല, ഹോർമൂസ് കടക്കുന്ന കപ്പലുകൾ 20% ചുങ്കം തങ്ങൾക്ക് നൽകണമെന്ന ഒരു അവകാശവാദം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ GCC രാജ്യങ്ങൾ ഒന്നാകെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു. സഖ്യരാജ്യങ്ങളാണ്. ഇറാനുമേൽ അമേരിക്കയുടെ ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയ്ക്ക് വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ പക്ഷേ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നു. അങ്ങനെ ചുങ്കപ്പിരിവ് അനുവദിക്കില്ല എന്ന് അവർ നിലപാടെടുത്തു. കാരണം വലിയ അപകടമുണ്ട് ഇക്കാര്യത്തിൽ. ഒന്ന്, ഹോർമൂസ് ഭൂമിശാസ്ത്രപരമായി ഒരു തരത്തിലും അമേരിക്കയുടെ ഏതെങ്കിലും ഒരു സ്വാധീന മേഖലയല്ല, അല്ലെങ്കിൽ അവർക്കൊരു അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇടമല്ല. ഇല്ലാത്തൊരു അധികാരം അമേരിക്ക ഹോർമൂസിൽ സ്ഥാപിക്കുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ അറബ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സംഘർഷമുണ്ടായ സമയത്ത് റഷ്യ വലിയ തോതിൽ എണ്ണ ഉൽപ്പാദനവും വിൽപ്പനയും നടത്തിയിരുന്നു. അമേരിക്കയാകട്ടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിരോധനം ഉണ്ടായിരുന്നു, റഷ്യയുടെ എണ്ണ വാങ്ങരുതെന്നുള്ള ആ തീരുമാനത്തിൽ ഇളവ് വരുത്തുകയും ചെയ്തു. അത് ഹോർമൂസിലെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ അത് നീണ്ടുപോയാൽ, പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പോൾ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നേരത്തെ പോയത്, ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷേ അതിൽ മാറ്റം വരുത്തി അത് 100% തീരുവ എന്ന നിലയ്ക്ക് ഇളവ് വരുത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് വരും കാലത്തും എണ്ണ വാങ്ങിയാൽ അത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, പല രാജ്യങ്ങളും ഇപ്പോൾ ഒപ്പക്കിൽ നിന്ന് പുറത്തു പോവുകയാണ്. എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ അവരാകട്ടെ സ്വന്തം നിലയ്ക്ക് വില തീരുമാനിക്കുകയും വില കുറച്ചുകൊണ്ട് വലിയ തോതിൽ വിൽപ്പനയിൽ വർധന വരുത്താനുള്ള ശ്രമം നടത്തുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ആ തരത്തിൽ സ്വന്തം നിലയ്ക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പല തന്ത്രങ്ങൾ പയറ്റുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഹോർമൂസിനെ ഒരു പിഴിയാനുള്ള ഇടമാക്കിക്കൊണ്ടുള്ള ട്രംപിൻ്റെ നീക്കം. മാത്രമല്ല, ട്രംപ് പലകുറി പറഞ്ഞിട്ടുണ്ട്, ഹോർമൂസ് അമേരിക്കയ്ക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു ഇടമാണ്, ഇവിടം വെച്ച് നമുക്ക് കൂടുതൽ സമ്പന്നരാകാം എന്ന് ട്രംപ് പറയുന്ന സാഹചര്യം പോലും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഈ കാര്യത്തിൽ തിരിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ്റെ കാര്യത്തിൽ മറിച്ചൊരു നിലപാടുമായി വരികയാണ്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം എക്കാലത്തും ഉള്ളതാണ്. പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന നിലപാടുമായി സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്യുന്നു. അതായത് ഇറാൻ്റെ കാര്യത്തിൽ അമേരിക്കയെ ഈ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ഹോർമൂസിൻ്റെ കാര്യത്തിലും പലസ്തീൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ മറിച്ചൊരു നിലപാടെടുക്കുകയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ പശ്ചിമേഷ്യയിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഹോർമൂസിൽ കച്ചവടക്കണ്ണുമായി തന്നെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.